ധർമ്മപ്രചരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമാജത്തെ, ഈ സംസ്കൃതിയെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ അധർമ്മത്തിന് ഓരോ സമയത്തും വളർച്ചയുണ്ടാകുമ്പോൾ, ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അവതരിക്കും എന്ന് പറയുന്നത്, അവതരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി മഹാത്മാക്കളുടെ രൂപത്തിലാണ്. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മത്തിന് ഗ്ലാനി നേരിട്ട സന്ദർഭത്തിലാണ് നമ്മുടെ ദേശത്ത് ജനിച്ച ശങ്കരാചാര്യ ഭഗവത്പാദർ ധർമ്മധ്വജത്തെ ഈ ഭൂമിയുടെ ഹൃദയത്തിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി അദ്വൈത വേദാന്ത ദർശനവുമായി ഭാരതമാകെ ദിഗ്വിജയം നടത്തി ഈ സംസ്കൃതിയെ പുനഃസ്ഥാപിച്ചു. ആ സമയത്ത് ധർമ്മത്തിന് നേരിടേണ്ടി വരുന്ന പല പല വെല്ലുവിളികളിൽ ഒന്ന് ശാക്തികമായതായിരിക്കും, കായികമായതായിരിക്കും എന്നുള്ളത് മുന്നിൽ നിർത്തിക്കൊണ്ട് ധർമ്മസംരക്ഷണത്തിനും ധർമ്മപ്രചരണത്തിനുമായി ജീവിതം സമർപ്പിച്ച ഒരു വലിയ സന്യാസി സമൂഹത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. കേദാരിലെ മഹാപ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉത്തരകാശിയിൽ വച്ച് ഒരു കയ്യിൽ മാലയും ജപമാലയും, സാധനയാണ് ആ സന്യാസിമാരുടെ പന്ഥ് എന്നുള്ളത് കൊണ്ട് ജപമാലയും, മറുകൈയിൽ ഭാല എന്ന ദിവ്യായുധവും ദേവതയും ആയുധവുമായി ചേർന്ന ഭാലയും നൽകിയാണ് അദ്ദേഹം ആ അഖാഡകളുടെ സന്യാസ സമ്പ്രദായത്തിന്, നാഗ സന്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദീക്ഷ കൊടുക്കുന്നത്. അത് ധർമ്മ സംരക്ഷണത്തിനായി ആവശ്യമെങ്കിൽ ആയുധമെടുത്തുകൂടി പോരാടണം എന്ന ഉപദേശം നൽകി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനും അല്ലാത്ത സമയങ്ങളിൽ പർവ്വതസാനുക്കളിലും തീർത്ഥഘട്ടങ്ങളിലുമെല്ലാം സാധനയിൽ, ജപസാധനയിലും തപസാധനയിലുമെല്ലാം ഒഴുകിക്കഴിയുന്നതിനുമാണ് ശങ്കരാചാര്യ ഭഗവത്പാദർ അഖാഡകളിലെ സന്യാസിമാർക്ക് നിർദ്ദേശം നൽകിയത്. ആ കാലം തൊട്ട് ഇന്ന് വരെ നിരവധി ധർമ്മം വെല്ലുവിളികൾ നേരിട്ട നിരവധി സന്ദർഭങ്ങളിൽ അഖാഡയുടെ ആസ്ഥാനമായിരുന്ന ജൂനാഖാഡയുടെ ദേവത ഭഗവാൻ ഗുരു ദത്താത്രേയനാണ്. ദത്താത്രേയൻ്റെ ചരണപാദക സ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലെ ഗിർനാർ മലകളിലെ ജുനാഗഡിലാണ് ആ സ്ഥാനമായിരുന്നത്. ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ സൈന്യമില്ലാത്ത രാജാവായ കാശി രാജാവ് ജുനാഗഡിലേക്ക് വരികയും അഖാഡയെ വിശ്വനാഥൻ്റെ സൈന്യം എന്നുള്ള നിലയിൽ വാരണാസിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും അങ്ങനെ അന്ന് ഔറംഗസീബുമായിട്ട് വിശ്വനാഥ ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ മധുരയിൽ, അയോധ്യയിൽ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നമ്മൾ ഉത്തരഭാരതത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണാം ആക്രമിക്കപ്പെടാത്ത ഒരു ക്ഷേത്രവും പുരാതനമായിട്ട് കാണാൻ കഴിയില്ല.